അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ലക്ഷ്യം ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായമായ സൂറത്തു നബഉമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്നബ എന്ന് പറഞ്ഞാൽ വൃത്താന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു സൂറത്തിന് സൂറത്തു നബ എന്നും സൂറത്തു അമ്മ എന്നും സൂറത്തു അമ്മ യതസാഅലൂൻ എന്നും സൂറത്തുൽ മുഅസിറാത്ത് എന്നൊക്കെ പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സൂറത്തിൻ്റെ തുടക്കം അമ്മ എന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ഈ ഒരു ജുസ്ഇന് അല്ലെങ്കിൽ 30-ാമത്തെ ജുസ്ഇന് അമ്മ ജുസ് എന്ന പേരും കിട്ടാനുള്ള കാരണമായി എണ്ണിയിട്ടുള്ളത്. ഈ ഒരു സൂറത്തിൻ്റെ അവതരണം മക്കയിൽ വെച്ചുകൊണ്ടാണ്. നമ്മളിതിനു മുമ്പ് ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട് മക്കയിൽ അവതരിക്കുന്ന സൂറത്തുകളിൽ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് എന്ന്. അതുപോലെ തന്നെയാണ് ഈ ഒരു സൂറത്തിലും പ്രധാനമായും പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പരലോകത്തെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നത്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ, പ്രത്യേകിച്ച് സൂറത്തു നാസിയാത്തിൻ്റെ വിശദീകരണത്തിൽ അതിനെക്കുറിച്ച് വലിയ രൂപത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു സൂറത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ. എന്തിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു വാചകം, ഒരു ചോദ്യമായിക്കൊണ്ട് ഇട്ടുവച്ചിട്ടുള്ളത് അവരുടെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്താണ് അവരുടെ ചിന്ത എന്നും എന്തിനെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും അവരോട് തന്നെ ചോദിക്കുക. അള്ളാഹുവിന് അറിയാം, എങ്കിലും അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് എന്നതുകൂടി അള്ളാഹു ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിലേക്ക് ആ ഒരു ഉറപ്പ്, അവരുടെ ചർച്ച എന്താണെന്ന് ബോധ്യപ്പെടുത്താനാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് എന്നതുകൂടി അള്ളാഹു പറയുന്നു. അനിൻ നബഇൽ അദീം. ആ മഹത്തായ വൃത്താന്തത്തെ പറ്റി, ആ നബഇനെ കുറിച്ച്. ഈ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ നബ എന്ന ആ ഒരു പദമാണ് ഈ ഒരു സൂറത്തിന് ഉള്ളത്. എന്താണ് ഈ നബഇൽ അദീം അല്ലെങ്കിൽ നബഉൽ അദീം? ഏറ്റവും മഹത്തായ ദൃഷ്ടാന്തം എന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതും, മനുഷ്യൻ വീണ്ടും അവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവന് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടും എന്നുള്ള ആ ഒരു പരലോകത്തെക്കുറിച്ചാണ് നബഉൽ അദീം എന്നുള്ള നിലക്ക് വിശദീകരിച്ചവരാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും. എന്നാൽ ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആനിനെ നബഉൻ അദീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ കുറിച്ചാണ് അവരുടെ ചർച്ച എന്ന നിലക്ക്, അല്ലെങ്കിൽ അവരുടെ പരസ്പരമുള്ള ചോദ്യം എന്ന നിലക്കും വിശദീകരിച്ചവരുണ്ട്. വേറെ ചില പണ്ഡിതന്മാരാകട്ടെ ഈ നബഉൽ അദീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അൻ നബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. മൂന്നാണെങ്കിലും ശരിയാണ്, കാരണം ഈ മൂന്ന് കാര്യങ്ങളും അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരുന്നു അവരുടെ ചർച്ച? പരലോകത്തെക്കുറിച്ചാണെങ്കിൽ അവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹമ്മദെ, നമ്മൾ മരിച്ചിട്ട് നമ്മുടെ എല്ലും പൊടിയൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേ? അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കൂടെ? നമ്മളൊക്കെ പണ്ട് മുതലേ കുറേ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരൊക്കെ, അവരൊക്കെ ഇപ്പോൾ ഖബറിൽ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടൂലല്ലോ, അവരൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന പറയുന്നത്. ഇങ്ങനെ കളിയാക്കലിൻ്റെയും ആക്ഷേപങ്ങളുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ വാക്കുകൾ പരലോകത്തിൻ്റെ വിഷയത്തിൽ അവർ പറയും. ഖുർആനിനെ കുറിച്ചോ അതും അവർ ചോദിക്കുന്നുണ്ട്.
അല്ല ഇത് മുഹമ്മദിന് ഇപ്പൊ ഇത് എവിടുന്നാ കിട്ടണത്? ഇതൊക്കെ ശരിക്കുള്ളത് തന്നെയാണോ? നിനക്ക് ആരോ പറഞ്ഞു തരല്ലേ? ഏതോ ഒരു ഗുഹയിൽ മുഹമ്മദിന് ആരോ ഇത് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആരിൽ നിന്നോ മുഹമ്മദ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഖുർആനിന്റെ വിഷയത്തിൽ അവര് വ്യത്യസ്തമായ പരസ്പരമുള്ള ചോദ്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നബഅ് എന്ന ആ ഒരു വാക്കിന് അർത്ഥമാക്കുന്നതെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആദ്യം അൽ അമീന എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നതെങ്കിൽ പ്രവാചകത്വം വാദിച്ചതിന് ശേഷം അവർ പറഞ്ഞു, മുഹമ്മദ് നീ നല്ലൊരു കവിയാട്ടോ, നിന്റെ കവിത ഉഷാറാണെന്ന് പറഞ്ഞവരുണ്ട്. ഇത് കവിതയല്ല, ഇത് മാരണമാണെന്ന് പറഞ്ഞവരുണ്ട്. മുഹമ്മദിന് ഭ്രാന്താണെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത വാചകത്തിലൂടെ പറയുന്നത്. അവരുടെ ആ ഒരു ചർച്ചയിൽ തന്നെ അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹത്തായ വൃത്താന്തത്തിന്റെ വിഷയത്തിൽ പോലും അവർ ഭിന്നാഭിപ്രായക്കാരാണ്. അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി കൊണ്ടിരിക്കുന്നുവോ അതിനെപ്പറ്റി. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ആ ചർച്ച ഒന്നുകിൽ ഖുർആനിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ച്, അല്ലെങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള പരലോകത്തെക്കുറിച്ച് അവർ വ്യത്യസ്തമായ അഭിപ്രായക്കാരാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, കല്ലാ സയഅലമൂൻ, നിസ്സംശയം അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. സുമ്മ കല്ലാ സയഅലമൂൻ, വീണ്ടും നിസ്സംശയം അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കൊരു ബോധ്യപ്പെടുത്തൽ, ഒരു താക്കീതാണ്. നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ടോ, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ എന്തെല്ലാം ചർച്ചകളുണ്ടോ, അതൊക്കെ നിങ്ങൾ നേർക്ക് നേരെ കണ്ട് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണല്ലോ, ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണല്ലോ. എന്നാൽ നിങ്ങൾ നേർക്ക് നേരെ കണ്ട് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നതാണ്. എന്നിട്ട് അള്ളാഹു കുറച്ച് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അവന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. കാരണം പരലോകമാണ് അവൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ, പരലോകത്തിന് മുമ്പ് ഇഹലോകമുണ്ടല്ലോ. ഈ ഇഹലോകത്ത് അവൻ നേർക്ക് നേരെ കാണുന്ന 10ഓളം കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പറയാണ്. അതിങ്ങനെ ബോധ്യപ്പെടുത്താണ്. പരലോകം അംഗീകരിക്കാത്തവരോട് അള്ളാഹു ആദ്യം എന്താണ്, ഇഹലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് നോക്കിയെന്ന. എന്നിട്ട് അള്ളാഹു പറയാണ്, അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ. മഹദ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിരിപ്പ് അല്ലെങ്കിൽ തൊട്ടിൽ എന്നൊക്കെയാണ്. ഒരു തൊട്ടിൽ എന്ന പ്രകാരം മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അല്ലെങ്കിൽ ജീവികൾക്ക് ഒരു സുരക്ഷിതമായ ഒന്നാക്കി ഈ ഭൂമിയെ അള്ളാഹു മാറ്റി. എന്താണോ ഒരു കുട്ടിക്ക് ആ തൊട്ടിൽ നൽകുന്ന സുരക്ഷിതത്വം, അതിനേക്കാൾ ഉത്തമമായ സുരക്ഷിതത്വത്തോടുകൂടി അള്ളാഹു ഈ ഭൂമിയെ നമുക്ക് വേണ്ടി വിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കുകയും ചെയ്തില്ലേ. ഇവിടെ ഭൂമിയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ട് വീണ്ടും പർവ്വതങ്ങളുടെ കാര്യം എന്തുകൊണ്ട് വിശദീകരിച്ചു? പണ്ഡിതന്മാരുടെ കൗലുകളിൽ കാണാൻ കഴിയും, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മക്ക എന്ന പ്രദേശം, അല്ലെങ്കിൽ മക്കയിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ചുറ്റുഭാഗവും ഒരുപാട് മലകളാണ്. ജബൽ അബി ഖുബൈസ് പോലുള്ള, ജബൽ നൂറ് പോലുള്ള ഒരുപാട് മലകൾ അവിടെയുണ്ട്. അപ്പോൾ മലകളെ കുറിച്ച് കൃത്യമായി അറിയുന്ന, അതിൻ്റെ പല ഭാഗങ്ങളിലും കയറുകയും അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന മക്കക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയണത്, ഈ മല നിങ്ങൾക്കൊരു വത്തിത് പോലെ, ഈ ഭൂമി ഇളകാതിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആണികളെപ്പോലെ അതിനെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന രൂപത്തിലേക്ക് അള്ളാഹു മാറ്റിയിട്ടില്ലേ. എന്നിട്ട് പറയാണ്, വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അസ്വാജൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആണ് പെണ്ണ് എന്ന നിലക്കാണ്, അതല്ലെങ്കിൽ അസ്നാഫ് എന്നുള്ള പ്രയോഗം ചില പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല വിഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയവനും വലിയവനും, കറുത്തവനും വെളുത്തവനും, ഇങ്ങനെ വ്യത്യസ്തമായ വിഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഇണകളാക്കി, രണ്ട് ജോഡികളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. ഉറക്കം എന്നുള്ളത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം അവൻ്റെ പകൽ മുഴുവൻ അവൻ അധ്വാനിച്ചതിൻ്റെ
അവൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ്, ഒരു വിശ്രമമാക്കുകയാണ് ഉറക്കം കൊണ്ട് അള്ളാഹു നൽകുന്നത്. ഒരാൾക്ക് ഉറക്കമില്ലെങ്കിലോ? ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു 2, 3, 4 ദിവസം തുടർച്ചയായിട്ട് ഉറക്കം കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ അയാൾക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന, അയാൾ വല്ലാത്തൊരവസ്ഥയിലെത്തും. കാരണം ഉറക്കമില്ല എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നാം ഒരു വസ്ത്രമാക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ പ്രയോഗങ്ങൾ നോക്ക്. രാത്രിയെ വസ്ത്രമാക്കുക. എന്താ ഈ വസ്ത്രത്തിൻ്റെ പ്രത്യേകത? വസ്ത്രം നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നതകൾ മറക്കാനുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കാറുള്ളത്. എങ്കിൽ അതുപോലെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ പോരായ്മകൾ മറച്ചു വെക്കാനും നമുക്കൊരു സുരക്ഷിതത്വം നൽകാനും ആ രാത്രിയെ കൊണ്ട് കഴിയും. ആ രാത്രി ഉള്ളത് കൊണ്ടാണ് ആ രൂപത്തിലുള്ളത്. അപ്പോ വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ, പകലിനെ നാം ജീവസന്ധാരണ വേളയാക്കുകയും ചെയ്തിരിക്കുന്നു. പകലും രാത്രിയും. എപ്പോഴും പകലാണെങ്കിലോ, എന്നും പകലാണെങ്കിലോ അത് സ്വാഭാവികമായിട്ട് പ്രയാസകരമായിരിക്കും. എന്നും രാത്രിയാണെങ്കിലോ, എപ്പോഴും രാത്രി, പകലില്ല, പകലില്ലാത്തൊരവസ്ഥയാണെങ്കിലോ അതും പ്രയാസകരമായിരിക്കും. അപ്പോൾ പകൽ എന്നുള്ളത് അത് അധ്വാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജീവസന്ധാരണ വേള അഥവാ നമ്മൾ അധ്വാനിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും മറ്റുമൊക്കെ വേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ്. എന്നാൽ രാത്രിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്രമമായിട്ടും അതുപോലെ തന്നെ അതൊരു സുരക്ഷിതത്വമുള്ള ഒരു വസ്ത്രമാക്കിയൊക്കെ അള്ളാഹു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ, നിങ്ങൾക്ക് മീതെ ബലിഷ്ഠമായ 7 ആകാശങ്ങൾ നാം നിർമ്മിക്കുകയും, ആകാശത്തിനെ കുറിച്ച് പറയാണ്, ശക്തമായ 7 ആകാശങ്ങൾ, അതും ബലിഷ്ഠമായത് എന്നാ പറഞ്ഞേ. നമ്മളിതിന് മുമ്പ് കഴിഞ്ഞ സൂറത്തു നാസിയാത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ ശക്തമായിട്ടുള്ളത്, അതല്ല ആകാശമാണോ? ബനാഹ, അതിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രയോഗം ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിക്കണം. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മുകളിൽ ബലിഷ്ഠമായ, ഷിദാദൻ എന്ന് പറഞ്ഞാൽ ശക്തമായ 7 ആകാശങ്ങൾ നാം നിർമ്മിച്ചിട്ടുണ്ട്. വജഅൽനാ സിറാജം വഹാജ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ആകാശത്തിലെ കത്തിജ്വലിക്കുന്ന വിളക്ക് എന്ന് പറഞ്ഞാൽ സൂര്യനെ കുറിച്ചാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, കാർമേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം ഇറക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, അത് മുഖേന ധാന്യവും സസ്യവും നാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങളും. ഇതൊക്കെ അങ്ങനെ പറയാണ്. ആകാശത്തുനിന്ന് മഴ വർഷിച്ച് അത് ഭൂമിയിലേക്ക് ഇറക്കി അതിൽ നിന്ന് വ്യത്യസ്തമായ വിത്തുകൾ മുളച്ച്, സസ്യങ്ങൾ മുളച്ച്, അതിൽ നിന്ന് വ്യത്യസ്തമായ പഴങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയില്ലേ? നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ? ഓരോന്നും, ആകാശവും ഭൂമിയും അതുപോലെ തന്നെ മലകളും അതുപോലെ തന്നെ സൃഷ്ടിപ്പും രാത്രിയും പകലും എല്ലാം വിശദീകരിച്ചു. ഇതൊക്കെ മനുഷ്യൻ അംഗീകരിക്കുന്നുണ്ട്. ആരാണത് അംഗീകരിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു, മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണെന്ന്, സൂര്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന്. അതൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതിന് അള്ളാഹുവിന് നിങ്ങളെ അംഗീകരിച്ചുകൂടെ എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീർച്ചയായും തീരുമാനത്തിൻ്റെ ദിവസം സമയം നിർണയിക്കപ്പെട്ടതായിരിക്കുന്നു. ഈ യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെട്ട ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പരലോകത്തെക്കുറിച്ചാണ്, യൗമുൽ ഹിസാബിനെ കുറിച്ചാണ്, വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതുപോലെ തന്നെ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീരുമാനിക്കപ്പെട്ടതാണ്. ഈ മീഖാത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും വഖ്ത് നിർണയിക്കപ്പെട്ടതെന്ന്. വഖ്ത് എന്ന് പറഞ്ഞ സമയം, ഏതോ ഒരു സമയമല്ല, അള്ളാഹു എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കേണ്ടത്.
നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞിരുന്നു, പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? വയസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ. ഓർമ്മണ്ടല്ലോ, അവർ നിന്നോട് ചോദിക്കുന്നു എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാൻ വേണ്ടി ഇതിന്, എനിക്കതിനെക്കുറിച്ച് എന്തറിയാം? അള്ളാഹുവിനാണ് അറിയുക. ഇവിടെ ഈ ഒരു യൗമുൽ ഫസ്ല്, തീരുമാനിക്കപ്പെട്ട ദിവസം എന്നുള്ളത് മീഖാത്തൻ, അത് സമയബന്ധിതമാണ്. ഏതാണോ ദിവസം അത് കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ, അതായത് കാഹളത്തിൽ ഊതപ്പെടുകയും നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തുകയും ചെയ്യുന്ന ദിവസം. കാഹളത്തിൽ ഊതുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രാഫീലിനെ കുറിച്ചാണ് അത് പറയുന്നത്. ഇസ്രാഫീലിന്റെ ഉത്തരവാദിത്തമാണത്. ചില ഹദീസുകളിൽ തന്നെ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശമൊന്ന് ഇരുണ്ടു മൂടിക്കഴിഞ്ഞാൽ, ഒരു ഇരുട്ട് മൂടിയ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ബേജാറാകും. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സൂറിനെ ഇസ്രാഫീൽ ഇതാ തന്റെ ചുണ്ടോടടുപ്പിച്ച് കഴിഞ്ഞു, തന്റെ നെറ്റി ചുളിച്ചു കഴിഞ്ഞു, അള്ളാഹുവിന്റെ അർശിലേക്ക് ഇങ്ങനെ നോട്ടം വിട്ടിരിക്കണം. അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ ഇസ്രാഫീൽ കാഹളത്തിലൂതും, അതോടുകൂടി അന്ത്യനാൾ സംഭവിക്കും. ഞാൻ എങ്ങനെ സമാധാനിക്കും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം കൊണ്ട് പറയുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അന്ത്യനാളിനെ കുറിച്ച് പ്രതീക്ഷയോടുകൂടിയാണ്, ആ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ള നിലക്ക് തന്നെയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇപ്പം എന്തായാലും സംഭവിക്കൂല. ഇപ്പൊ ഇനി എത്ര കാലങ്ങൾ ഇനിയുണ്ട്, അതിന് മാത്രം വലിയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, അവരതിനെ ബഈദായിക്കൊണ്ടാണ്, അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളത് അവർ വിദൂരമായിട്ട് ആണ് കാണുന്നത്. പക്ഷെ വനറാഹു ഖരീബ, അള്ളാഹ് പറയാണ്, നാം അതിനെ അടുത്തായിട്ടാണ് കാണുന്നത്. അവർക്കത് വിദൂരത്താണ്, പക്ഷെ അള്ളാഹു അത് അടുത്തായിട്ടാണ് കാണുന്നത്. ഏതായിരുന്നാലും ആ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിക്കൊണ്ട് വരികയും ചെയ്യും. എന്നിട്ടോ വസുയ്യറത്തിൽ ജിബാലു ഫകാനത് സറാബ, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുകയും അങ്ങനെ അവ മരീചിക പോലെ ആയിത്തീരുകയും ചെയ്യും. ഈ പർവ്വതങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനം വിട്ടുകൊണ്ട് സഞ്ചരിക്കുന്നൊരവസ്ഥയാവാം, അതല്ലെങ്കിൽ ആ പർവ്വതങ്ങൾ പൊടിയാക്കപ്പെടും. പൊടിയാക്കപ്പെട്ട് അത് പാറ്റിച്ച് കളയും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു പർവ്വതം ഉണ്ടായിരുന്നു, മരീചിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ കാണും, പക്ഷെ അടുത്തെത്തുമ്പോൾ അത് സാധനം ഉണ്ടാവില്ല എന്നുള്ളത് തോന്നലുണ്ടല്ലോ. അതുപോലെ ഈ ഒരു പർവ്വതങ്ങളായിത്തീരും. ആദ്യം പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് പൊടിയാക്കപ്പെട്ടൊരവസ്ഥയോ അല്ലെങ്കിൽ അത് പറത്തപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥയാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ, തീർച്ചയായും നരകം കാത്തിരിക്കുന്ന സ്ഥലമാകുന്നു. നരകത്തിനെ സംബന്ധിച്ച് പ്രയോഗമാണ് മിർസ്വാദൻ, അത് പതിയിരിക്കുന്നതാണ്, അത് കാത്തിരിക്കുന്നതാണ്. എന്താ ഈ പതിയിരിക്കുക കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഇരക്ക് വേണ്ടി കാത്തിരിക്കുക, അതിങ്ങനെ പതിയിരിക്കാണ്, ഏത് സമയത്തും തൻ്റെ ഇരയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു ആയത്ത് സ്വഹാബിമാരിൽ പല ആളുകൾക്കും ബേജാറുണ്ടാക്കിയിരുന്നു. നരകത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് മിർസ്വാദ എന്നുള്ള ആ ഒരു പ്രയോഗം, അത് പതിയിരിക്കുന്നതാണെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബേജാറുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിത്വാഗീന മആബ, ആർക്ക് വേണ്ടിയാണ് ആ നരകം കാത്തിരിക്കുന്നത്? നരകം ആർക്ക് വേണ്ടിയാണ് പതിയിരിക്കുന്നത്? അതിക്രമകാരികൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമാണ്. ലിത്വാഗീൻ, ത്വഗാ, നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ത്വഗാ എന്ന് പറഞ്ഞാൽ അതിക്രമകാരികൾ. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് സ്വീകരിക്കാത്ത ആളുകൾ, ഒന്നുകിൽ പൂർണ്ണമായി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത അതിക്രമം ചെയ്ത ആളുകൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മആബാണ്, അവരുടെ മടങ്ങിച്ചെല്ലാനുള്ള അവരുടെ അഭയസ്ഥാനമാണ് ഈ നരകം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയണം, ലാബിസീന ഫീഹാ അഹ്ഖാബ, അവർ അതിൽ യുഗങ്ങളോളം താമസിക്കുന്നവരായിരിക്കും. അവരവിടെ യുഗങ്ങളോളം താമസിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകം എന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ച് കാലത്തേക്ക് എന്നുള്ളതല്ല. ഇപ്പം ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുണ്ടാകും ഇത്ര കാലം, അത്ര ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും പോകില്ല. നമ്മൾ ഒന്ന് പ്രവാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത്ര വർഷം, അവിടെ അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. ഒന്നുകിൽ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 10 വർഷം, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു
നമ്മുടെ പാസ്പോർട്ടിൻ്റെ ആ ഒരു അതിൻ്റെ വാലിഡിറ്റി തീരുന്നത് വരെ. ഇങ്ങനെയൊക്കെ പറയാം. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ഈ ഒരു ജീവിതത്തിനും പരിധിയുണ്ട്. നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഓരോ ഭാഗത്തിനും പരിധിയുണ്ട്. പക്ഷേ നരകത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാലോ അവിടെ ഇത്ര വർഷം എന്നല്ല, യുഗങ്ങളോളം. ചില ആയത്തുകളിൽ കാണാൻ പറ്റും ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതരായിരിക്കും. അവർ ശാശ്വതരായി അവിടെ നരകത്തിലായിരിക്കും. അവിടുന്ന് ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നരകത്തിൽ ശാശ്വതരായി എത്തപ്പെടുന്ന നിർഭാഗ്യവാന്മാരായ ആളുകളുണ്ടെന്ന് അവരുടെ പ്രവർത്തനങ്ങളും ഖുർആനിൽ കാണാൻ പറ്റും. ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ശാശ്വതരായി എത്തും. അപ്പോഴും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ശൈത്താനിട്ട് എന്താണെന്നറിയോ, ശാശ്വതരല്ല, ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ചെയ്യണ തെറ്റൊക്കെ തന്നെ, ഇനിയിപ്പോൾ കുറച്ച് കാലം നരകത്തിൽ കിടന്നാലും കുഴപ്പമില്ല അല്ലെ. നമ്മൾ നിസാരവൽക്കരിക്കണം. നരകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നിസാരവൽക്കരിക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പിശാച് എന്ത് ചെയ്യാണ്, നമ്മുടെ കർമ്മങ്ങളെ നമുക്ക് അലങ്കാരമാക്കി തരുന്നു. അതൊന്നും പ്രശ്നമല്ല, ആരാ ചെയ്യാത്തത്. മറ്റുള്ളവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ദീനിൽ അനുവദനീയമാകുമോ? ഇല്ലല്ലോ. അവരാരും കയറിയ ഖബറിലേക്കല്ല നമ്മൾ കയറാനുള്ളത്. അവരുടെ എല്ലാവരുടെയും മരണത്തിന്റെ അന്നല്ല നമ്മുടെ മരണം. അതുമാത്രമല്ല, അവരെ പോലെയല്ല നമ്മൾ. അവരെ പോലെയല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നുകിൽ അവരെക്കാൾ കൂടുതൽ ഈ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കാനും അറിയാനൊക്കെ ഉള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഇതിരുന്ന് കേൾക്കണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ നരകത്തിനെ കുറിച്ച് പറയാണ്, അവർ അതിൽ ശാശ്വതമായിരിക്കും അല്ലെങ്കിൽ യുഗങ്ങളോളം താമസിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ, കുളിർമയോ കുടിനീരോ അവർ അവിടെ ആസ്വദിക്കുകയില്ല. അവർക്കവിടെ ഒരു കുളിർമയോ കുടിനീരോ ഒന്നും ഉണ്ടാവില്ല, ആസ്വാദനം ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇല്ല ഹമീമം വഗസാക്ക, കൊടും ചൂടുള്ള വെള്ളവും കൊടും തണുപ്പുള്ള വെള്ളവുമല്ലാതെ. ഹമീം എന്ന് പറഞ്ഞാൽ കൊടും ചൂടുള്ള വെള്ളം എന്നാണ്. ചില പണ്ഡിത വചനങ്ങളിൽ കാണാൻ പറ്റും, അത് തലയിലൂടെ ഒഴിച്ചാൽ തന്നെ വയറ് പൊട്ടിയിട്ട് വയറിൽ നിന്നിങ്ങോട്ട് പുറത്തേക്ക് വരുന്ന. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചിലതൊക്കെ കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ വയറ് പൊട്ടിപ്പോകുന്നൊരവസ്ഥ, തൊണ്ട കീറിപ്പോകുന്നൊരവസ്ഥ. അതാണ് ഹമീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഗസാഖ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പുള്ളത് എന്നാണ്. കൊടും തണുപ്പുള്ളത്. ഇത് രണ്ടും നമുക്ക് കഴിയൂലല്ലോ. കൊടും ചൂടുള്ളതും കഴിയൂല, കൊടും തണുപ്പുള്ളതും കഴിയൂല. ഈ ഗസാഖ് എന്നുള്ളതിന് കൊടും തണുപ്പ് എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും നരകക്കാരുടെ മുറിവിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലമാണത്. അവരുടെ വൃത്തിഹീനമായ മുറിവുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന ജലം, അതാണ് അവരെ കൊണ്ട് കുടിപ്പിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഗസാക്ക് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു പറയാണ്, ജസാഅം വിഫാഖ, അനുയോജ്യമായ പ്രതിഫലമത്രയത്. അവരെന്താണോ ചെയ്തത് അതിനുള്ള പ്രതിഫലമാണ്. അനുയോജ്യമായ പ്രതിഫലം. ആ പദങ്ങൾ നോക്ക്, അവർക്ക് യോജിക്കണതേ പടച്ചോൻ കൊടുക്കണുള്ളൂ. അല്ലാതെ ഒരിക്കലും അള്ളാഹു അവരോട് അനീതി കാണിക്കൂല, അവർക്ക് ഇരട്ടിക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അവർക്ക് യോജിച്ചതാ കൊടുക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, അവർക്കതൊക്കെ കിട്ടാനുള്ള കാരണം തീർച്ചയായും അവർ വിചാരണ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അവര് നരകത്തിലെത്താനുള്ള കാരണം എന്താണ്? അവർ വിചാരണ പ്രതീക്ഷിക്കുന്നില്ല. ഈ വിചാരണ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വിചാരണ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞേ? വിചാരണ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പരലോകം വിശ്വസിക്കേണ്ടി വരും. പരലോകം വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നാവേണ്ടി വരും. നന്നാവുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന പലതും ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് വിചാരണല്ല, പരലോകമില്ല, അപ്പൊ പിന്നെ നന്നാവണ്ട. ഇന്നത്തെ യുക്തിവാദ ലിബറൽ ചിന്താഗതിയുമായിട്ട് പോകുന്ന ആൾക്കാരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മതത്തിനെതിരായിക്കൊണ്ട് നിന്ന് വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ. ഓരൊക്കെ സംബന്ധിച്ചിടത്തോളം പരലോകമല്ല എന്ന് അവർ പറയാം. പരലോകമല്ല. പരലോകം ഉണ്ടെങ്കിലുള്ള ഒരു പടച്ചോന്റെ ആവശ്യം, ആ പടച്ചോൻ ഉണ്ടെങ്കിലുള്ള നിയമങ്ങളുടെ ആവശ്യം, നിയമങ്ങൾ ഉണ്ടെങ്കിലുള്ള അനുസരിക്കേണ്ട ആവശ്യം. അനുസരിക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിലുള്ള പല തെറ്റുകളും ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വേണ്ട. പരലോകമില്ല, പടച്ചോനുമില്ല, ഒന്നുമില്ല. തോന്നിയ പോലെ ജീവിക്കാം. വീട്ടിലുള്ള നായും ഊരും ഒക്കെ ഒരേപോലെയാവും. വീട്ടിലുള്ള പശുക്കളും അതേപോലെ തന്നെ ആടുകളും ഒക്കെ ഒരേപോലെയാകാം. അതല്ലല്ലോ മനുഷ്യൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശേഷ ബുദ്ധിയൊക്കെ കൊടുത്തിട്ടുണ്ട് പലതും. പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടം,
മൈ ബോഡി മൈ ചോയ്സ് എന്തെല്ലാം വാക്കുകളാണ്. നല്ല നല്ല അടിപൊളി കണ്ടന്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നല്ലതെന്ന് പറയുമ്പോൾ ആ കണ്ടന്റ് നല്ലത് എന്നല്ല ഞാൻ പറയണത്. മറിച്ച് നല്ല പിന്നെ ബിജിഎം ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ശരീരം അത് എൻ്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ പഠിച്ച ആൾക്കാർ ഒരു 4ഓ 5ഓ തവണ ഒന്ന് ലൂസ് മോഷൻ ഉണ്ടായി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്ന്. അപ്പൊ പിന്നെ എന്റെ ശരീരവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഇപ്പൊ ഇതൊന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. അതായത് എത്രയൊക്കെ ബലം പിടിച്ചു കഴിഞ്ഞാലും സത്യത്തില് ഞാനത് ഒരിക്കലും ഒരു ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കല്ല. കളിയാക്കാൻ വേണ്ടിയിട്ടും പറയണേ. നമ്മൾ എത്ര വലിയ മസിലുള്ള ആളാണെങ്കിലും, എത്ര വലിയ ശക്തവാന്മാരാണെങ്കിലും, എത്ര വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഒന്നുകിൽ നമ്മൾ ഛർദ്ദിക്കുക. ഒരു തുടർച്ചയായിട്ട് ഒരു 10 വട്ടം ഛർദ്ദിച്ചാൽ തീർന്നു. അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടായി ഒരു 10 വട്ടം പോയി കഴിഞ്ഞാൽ അവിടെയും തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മള്. നമ്മൾ എത്ര വലിയ ബലം പിടിച്ചാലും ശരി, ആ ഒരു 10ഓ 15ഓ വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നിൽക്കാൻ പോലും കഴിയൂല, സംസാരിക്കാനും കഴിയില്ല. ആകെ തളർന്നു പോകും. പിന്നെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. ഇത് പറഞ്ഞു വന്നത് ഈ വിചാരണയില്ല, പരലോകമില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യാൻ അത് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ അവര് വേറൊന്നുമില്ല. പരലോകമില്ല എന്നുള്ളത് ഓർക്ക് സ്ഥാപിക്കാൻ കഴിയൂല. പടച്ചോനില്ല എന്നുള്ളത് ഓർക്ക് സ്ഥാപിക്കാൻ കഴിയൂല. വെറുതെ ഇങ്ങനെ നാവ് കൊണ്ട് പറയാന്ന് മാത്രം. ചില ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ അള്ളാ എൻ്റെ മുന്നിലോട്ട് വന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന്. എത്ര വലിയ പൊട്ടത്തരങ്ങളാ വിളിച്ചു പറയാന്നറിയോ. അള്ളാ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ വിശ്വസിക്കും. അപ്പൊ പിന്നെ അതിന് വിശ്വാസം എന്നല്ലല്ലോ പറയാ. അതിന് വിശ്വാസം എന്നല്ലല്ലോ പറയാ. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതിനെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മള് കണ്ണുകൊണ്ട് കാണുന്നതും അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നതും ഇതൊക്കെ നേർക്ക് നേരെ പറയുന്നതിന് വിശ്വാസം എന്നല്ല പറയാ. വിശ്വാസം എന്ന് പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈബിലാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവൻ എന്നാ പറയാ. ഏതായിരുന്നാലും ഈ തരത്തിലുള്ള ചില ആളുകളെങ്കിലും ഉണ്ട്. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ വട്ടപൂജയായിരിക്കും. ഒന്നും ഉണ്ടാവില്ല. അവർക്ക് തോന്നിവാസം ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് അവരാഗ്രഹിച്ച എല്ലാ തെറ്റുകളും ചെയ്യാൻ അവർക്കൊരവസരം കിട്ടണം എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും അവർക്ക് പറയാനോ അവർക്ക് സ്ഥാപിക്കാനോ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ആയത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നതും അതാണ്. നരകത്തിൽ എത്തപ്പെടുന്ന ആളുകൾ അവര് വിചാരിച്ചിരുന്നു, അവരുടെ വിചാരണ അവർ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. ഇതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള നിലക്കായിരുന്നു അവർ ജീവിച്ചത്. എന്നിട്ടോ വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ തീർത്തും നിഷേധിച്ച് തള്ളുകയും ചെയ്തു. ഖുർആനിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇതൊന്നും ഞാൻ സ്വീകരിക്കൂല, എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചോളൂ, നിങ്ങളെ ഖുർആനും നിങ്ങളെ പടച്ചോനും ഒക്കെ ആയിട്ട് നിങ്ങളാണ് ജീവിച്ചോളൂ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരെ. എന്നിട്ട് അള്ളാഹു പറയാണ് വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ, ഏത് കാര്യവും നാം എഴുതി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതായിട്ടുള്ളൊരവസ്ഥയുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫദൂഖൂ വലൻ നസീദകും ഇല്ലാ അദാബ. ഈ ഒരു ആയത്ത് മഹാനായ അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ആയത്തതായിരിക്കുന്നു. അവർക്ക് ഏറ്റവും പ്രയാസകരമായ ആയത്ത് ഇതാണ്. നരകവാസികൾക്ക് ഏറ്റവും പ്രയാസകരമായ ആയത്ത് സൂറത്തുൻ നബയിലെ 30-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിൽ പറയണത്? ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ ആസ്വദിക്കുക. നരകക്കാരോട് പറയും, നിങ്ങൾ ആസ്വദിച്ചോ, നിങ്ങൾക്കുള്ള ശിക്ഷകൾ നിങ്ങൾ ആസ്വദിച്ചോ. ഫലൻ നസീദകും ഇല്ലാ അദാബ, തീർച്ചയായും നാം നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു തരൂല. പൊതുവെ നരകവാസികൾ ഞങ്ങൾക്കൊന്ന് കുറച്ച് തരുമോ എന്നാണല്ലോ അവർക്ക് പറയാനുണ്ടാകുക. കൂട്ടിത്തരുമെന്ന് ചോദിക്കേണ്ടി വരില്ല. ഞങ്ങൾക്ക് കുറച്ച് തരുമോ, ശിക്ഷ ഒന്ന് കുറച്ച് തരുമോ, ഒഴിവാക്കി തരുമോ എന്ന് പറയാൻ അവർക്ക് ധൈര്യം പോലും ഉണ്ടാവില്ല. അതും അവർ നേർക്ക് നേരെ അള്ളാഹിനോട് ചോദിക്കുന്നല്ല. ചില ആയത്തുകളിൽ കാണുവാൻ സാധിക്കും, നരകവാസികൾ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിക്കുന്നുണ്ട്. മാലിക് എന്നുള്ളത് നരകത്തിന്റെ കാവൽക്കാരനായ മലക്കാണ്. ആ മാലിക്കിനെ വിളിച്ചിട്ട് പറയണം, യാ മാലിക്, അല്ലയോ മാലിക്കേ, ഉദ്ഉ ലനാ റബ്ബക്, നീ നിന്റെ രക്ഷിതാവിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് റബ്ബിനോട് ചോയ്ക്ക് ഇന്നത്തെ ദിവസം ഒന്ന് കുറച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. ആ പദങ്ങളൊക്കെ നോക്ക്. മാലിക്കിനെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ രക്ഷിതാവിനോടൊന്ന് പറയേ,
അപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും അവർക്കുണ്ടാവില്ല. കാരണം എന്താ? ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അവർ രക്ഷിതാവായി കണ്ടില്ല. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ രക്ഷിതാവായി കണ്ടിരുന്നെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവ് എന്ന്. പക്ഷേ ഈ ദുനിയാവ് അവരത് ആക്കില്ല. അവർക്ക് നേർക്ക് നേരെ പടച്ചവനോട്ട് പറയാനും കഴിയൂല. കാരണം അത്രയും തോന്നിവാസങ്ങളിലൂടെ ജീവിച്ചു. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടും അതൊക്കെ ധിക്കരിച്ച അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരതൊന്ന് കുറച്ചു തരുമോ, ഇന്നൊന്ന് കുറച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. ഓരോ ദിവസം കൂടുന്തോറും വർധനവ് മാത്രമാണ്. നരകത്തിൻ്റെ ഭയാനകത തന്നെ അതാണ്. അതുകൊണ്ടാണ് നരകവാസികൾക്ക് ഈ ആയത്ത് ഏറ്റവും ഭയാനകമായൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങേയറ്റം വിഷമുണ്ടാക്കുന്ന ഒരു ആയത്ത് ഇതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെക്കുറിച്ച് പറയണം. അള്ളാഹു നരകത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സ്വർഗത്തിനെ കൂടി ചേർത്ത് പറയും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടത്. ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർക്ക് വിജയമുണ്ട്. ആരാണ് മുത്തഖിയായിട്ട് ജീവിക്കുന്നത്, അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചവരാരാണോ അവർക്ക് വിജയം ഉണ്ടാകും. ഹദായിക വ അഅനാബ, അതായത് സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരികളും അവർക്കുള്ള ഭക്ഷണങ്ങൾ എന്നുള്ള നിലയ്ക്ക്. വ കവാഇബ അത്റാബ, തുടുത്ത മാർവിടമുള്ള സമപ്രായക്കാരായ തരുണികളും, അഥവാ അവർക്കുള്ള ഒരു ഇണ എന്നുള്ള നിലക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാകും. വ കഅ്സൻ ദിഹാഖ, നിറഞ്ഞ പാനപാത്രങ്ങളും. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, അവിടെ വെച്ചുകൊണ്ട് അനാവശ്യമായൊരു വാക്കോ ഒരു വ്യാജ വാർത്തയോ അവർ കേൾക്കുകയില്ല. ഇതൊക്കെ സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അവർക്കുള്ള ഭക്ഷണമാണെങ്കിലും, അതുപോലെ തന്നെ അവരുടെ ശാരീരികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ത്രീകളാണെങ്കിലും, അതുപോലെ തന്നെ അവർക്കുള്ള പാനീയങ്ങളാണെങ്കിലും എല്ലാം അവർക്ക് അവിടെ ഉണ്ടാകും. മദ്യം വരെ അവിടെ കിട്ടും. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതല്ല. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുന്നു മാത്രമല്ല, അള്ളാഹു വലിയൊരു ഓഫർ കൂടി പറയാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, അവിടെ ഒരു മോശമായ ഒരു വാക്ക്, അനാവശ്യമായ ഒരു വാക്കോ ഒരു വ്യാജ വാർത്തയോ അവിടെ കേൾക്കൂല. നമ്മൾ കുറെ കാലമായാലും ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇനി മതി നിർത്തിക്കളി, കുറെ ഇങ്ങനെ തിന്ന് നടക്കാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളൊന്നും പറയൂല. ഇത് ഞങ്ങളെ നാടാണ്, ഇവിടുന്ന് പോകണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു 4 ദിവസം കൂടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ, അല്ല ഇവരിപ്പോൾ എപ്പോഴാ പോവുക എന്നിങ്ങനെ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നൊരു ചർച്ച അതും ഉണ്ടാവില്ല അവിടെ. ഒരു വ്യാജ വാർത്തയൊന്നും ഉണ്ടാവില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് വകഅ്സൻ ദിഹാഖ, നിറഞ്ഞ പാനപാത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യത്തെക്കുറിച്ചാണ്. ആ മദ്യപിച്ചുകൊണ്ട് തന്നെ അവർ മോശമായ വാക്കുകളൊന്നും പറയാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക എന്ന നിലക്ക് വിശദീകരിച്ചവരെയും നമുക്ക് ഈ ഒരു ആയത്തിന്റെ വിഷയത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് അള്ളാഹു പറയാണ്, ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ, അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു പ്രതിഫലവും കണക്കത്ത ഒരു സമ്മാനവുമാകുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പ്രയോഗമല്ല പറഞ്ഞ്. നേരത്തെ നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചെയ്ത ഇതിനുള്ള തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് എന്നുള്ള നിലക്കാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രതിഫലമാണ്. അള്ളാഹുവിൽ അവർ ചെയ്തത് എന്നല്ല പറഞ്ഞേ, അള്ളാഹുവിൽ നിന്നുള്ള. കാരണം നമ്മൾ ചെയ്തതിനനുസരിച്ചിട്ടല്ല പടച്ചോൻ തരുന്നത്, അതിനേക്കാൾ എത്രയോ 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 ഇരട്ടിയാണ് പടച്ചോൻ തരിക. അതുകൊണ്ടാണല്ലോ നരകവാസിയെ പിന്നെ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലാൻ വേണ്ടി പറയുമ്പോൾ, ഈ പിന്നെ നരകത്തുനിന്ന് വന്ന ആള് അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ എല്ലാവരും സ്വർഗത്തേക്ക് കയറിയിട്ട് കയറാനുള്ളതൊക്കെ കയറി എടുക്കാനുള്ളതൊക്കെ എടുത്തു, ഇനി നിനക്ക് എന്താ ഉണ്ടാവുക? അയാള് ആ ഒരു വിഷമം പറയുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഈ ദുനിയാവിലെ ഒരു രാജാവിൻ്റെ അത്ര സൗകര്യം അത് അത് കിട്ടിയാൽ മതിയോ നിനക്ക്? ദുനിയാവിലെ ഒരു രാജാവിനെ പോലെയുള്ള ആ സൗകര്യം മതിയോ? ഉടനെ അയാൾ പറയും, അത് മതി റബ്ബേ, റളീതു റബ്ബി എന്ന് പറയാം. റബ്ബേ ഞാനത് തൃപ്തിപ്പെട്ടു എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എന്നാൽ നീ ആഗ്രഹിച്ചതും അത്രയും 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 നിനക്കുണ്ട് എന്ന് പറയും. പിന്നെയും പറയും. അങ്ങനെ 5 അതിലധികമോ ഇരട്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇരട്ടികളാണ് അള്ളാഹു പറയുക. എന്നിട്ട് വേറെ ചില ഹദീസുകൾ കാണാൻ പറ്റും, അവനോട് പറയും തമന്ന എന്ന് പറയും. വേറെ ഹദീസിലുള്ളതാ, തമന്ന നീ ആഗ്രഹിച്ചോ എന്ന് പറയും. അവൻ ആഗ്രഹിക്കും, ആഗ്രഹിക്കേണ്ടതൊക്കെ ആഗ്രഹിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നീ ആഗ്രഹിച്ചതും അതിനത്രയും 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 എന്ന് പറഞ്ഞിട്ട് ഇരട്ടിയാക്കിയിട്ട് പറയുന്നുണ്ടാകും. ഇതൊക്കെ സ്വർഗത്തിലെത്തുന്ന ഏറ്റവും അവസാനത്തിൽ എത്തപ്പെട്ട ആളുകളുടെ അവസ്ഥയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പൊക്കെ വരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ആദ്യത്തിൽ എത്തപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തൻ്റെ തിരുകരങ്ങളിൽ
അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ടാകുന്നു. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വർഗത്തിലെത്തുന്ന, അള്ളാഹു സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറയാണ്, റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവും പരമകാരുണികനുമായിട്ടുള്ളവന്റെ സമ്മാനം, അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളോടും വിശാലമായിട്ടുള്ള അവക്കിടയിലുള്ളതിൻ്റെ എല്ലാം രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് ഇവർക്കുള്ളത്. എന്നാൽ ആ അള്ളാഹുവിനുമായിട്ട് ആ സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകുന്ന ഒരുപാട് സൗകര്യങ്ങളെക്കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ. റൂഹും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം, പരമകാരുണ്യകനായ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളവനും സത്യം പറഞ്ഞിട്ടുള്ളവനുമല്ലാതെ അന്ന് സംസാരിക്കുകയില്ല. അതായത് അന്നത്തെ ദിവസം ആ ഒരു പരലോകത്ത് മലക്കുകളും റൂഹും, അങ്ങനെ പറയുമ്പോൾ ഈ റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബിരിയിലാണ്. പൊതുവെ മലക്കുകൾ എന്നുള്ളതിലേക്ക് ചേർത്ത് റൂഹിനെ കുറിച്ച് പറയുമ്പോൾ അത് ജിബിരിലിനെ കുറിച്ചാണ് പറയാറുള്ളത്. എന്നാൽ ഈ ഒരു ആയത്തിൽ റൂഹ് എന്നുള്ളത് സാധാരണ മനുഷ്യന്മാരുടെ ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. എന്നിട്ട് പറയാണ്, അവിടെ എല്ലാവരും അണിയണിയായി നിൽക്കും. അവിടെ അള്ളാഹുവിനോട് സംസാരിക്കണമെങ്കിൽ അള്ളാഹു അനുവദിച്ച ആളുകൾ മാത്രമേ സംസാരിക്കൂ. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാത്തിലും കയറി ഇടപെടുക, എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുക, അതുണ്ടാവില്ല. ചില ആൾക്കാരൊക്കെ പറയും, ഇവിടുന്ന് എന്താണെങ്കിലും ശരി, ഞാൻ പടച്ചോൻ്റെ അടുത്തല്ലേ, ഞാൻ പറഞ്ഞോളാം, ഈ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പടച്ചോൻ എന്നൊന്നും ചെയ്യൂല, ഞാൻ സംസാരിക്കാം. എത്ര വലിയ നിസാരമായിട്ടാണ് പറയണ വെച്ചിട്ടാ. ചില ആൾക്കാരുടെയൊക്കെ വാക്കുകൾ അങ്ങനെയാണ്. എല്ലാ തോന്നിവാസത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് പറയുക, അതൊക്കെ ഞാൻ പടച്ചോനോട് പറഞ്ഞുകൊണ്ട്, അതൊക്കെ ഞാൻ സംസാരിച്ചോണ്ട്, ഞാൻ ഇടപെട്ടോണ്ട് എന്നാ. അവിടെ സ്വന്തം കാര്യം വരെ ചെയ്യാൻ പറ്റാത്ത ആൾ മറ്റോൻ്റെ കാര്യത്തിൽ എങ്ങനെ ഇടപെടുക? ഈ വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ, ഈ ആരെങ്കിലും ഒരാളൊന്ന് പോലീസ് ഒന്ന് പിന്നെ അന്വേഷിക്കുമ്പോഴേക്കും അവിടെ പോയിട്ടൊന്ന് സംസാരിക്കാൻ വരെ ധൈര്യം ഉണ്ടാവില്ല. ഈ നാട്ടിൽ തന്നെപ്പോലെ മജ്ജയും മാംസവും ഉള്ള, തന്നെപ്പോലെ ജീവിക്കണ ഒരു മനുഷ്യന്റെ മുന്നിൽ, ഒരു പോലീസ് ഓഫീസറിന്റെ മുന്നിൽ നിന്ന് നിവർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ആളാണ് നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നു പറയുന്നത്. എന്ത് ധൈര്യം ഉണ്ടാവുക? ആർക്കാ അള്ളാഹു അനുവാദം കൊടുക്കുക? അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പദങ്ങളൊക്കെ എല്ലാ തോന്നിവാസം ചെയ്യാനുള്ള പ്രചോദനത്തിന് എന്ന നിലക്ക് നമ്മൾ കൊടുക്കുന്നതിന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. അതത്രേ യഥാർത്ഥമായ ദിവസം, അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം തൻ്റെ രക്ഷിതാവിങ്കിലേക്കുള്ള മടക്കത്തിന്റെ മാർഗം അവൻ സ്വീകരിക്കട്ടെ. ഇപ്പോഴുള്ള ഈ ദിവസങ്ങളൊന്നല്ല, ഇതൊക്കെ കേവലം ചില നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ദിവസങ്ങളാണ്. എന്നാൽ ആ ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൽ ഹഖ്, ഹക്കാണ്, യാഥാർത്ഥ്യം കൊണ്ടുവരുന്ന, സത്യപ്പെടുത്തിയ യഥാർത്ഥ ദിവസം അതാണ്. അവിടെയാണ് കർമ്മങ്ങൾ നോക്കുന്നതും അന്വേഷിക്കുന്നതും അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ കൊടുക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും രക്ഷ വിധിക്കുന്നതും ഒക്കെ അവിടെയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് അതിനു വേണ്ടി നീ തയ്യാറെടുത്തു. എന്നിട്ട് അള്ളാഹു കൊണ്ട് പറയാണ്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ആസന്നമായ ഒരു ശിക്ഷയെപ്പറ്റി തീർച്ചയായും നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നിട്ടോ മനുഷ്യൻ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നോക്കിക്കാണുകയും അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് സത്യനിഷേധി പറയുകയും ചെയ്യുന്ന ദിവസം. ആ ഒരു അന്ത്യനാളുമായി ബന്ധപ്പെട്ട് കണ്ടെങ്കിൽ പരലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാം. ഓരോ മനുഷ്യനും തൻ്റെ കൈകൾ ചെയ്തു വെച്ചത്, അത് നന്മയാണെങ്കിൽ അതിൻ്റെ കൂലി അവന് കിട്ടും, അത് തിന്മയാണെങ്കിലോ അതിൻ്റെ ശിക്ഷയും അവന് കിട്ടും. അതെങ്ങനെ വിധിക്കുമ്പോഴാണ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. സത്യനിഷേധി പറയും, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ യാ ലൈതനി എന്നുള്ളത് ഒരു നാശത്തിൻ്റെ ഒരു വാക്കാണ്. നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കൂലെന്നാ, സംഭവിക്കാത്തൊരു കാര്യം ഞാൻ ആയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കണം. എന്തുകൊണ്ടാണ് അവിടെ മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയാണ്, ആ പിന്നെ സത്യനിഷേധി ആഗ്രഹിക്കുന്നത് ഞാൻ മനുഷ്യൻ തന്നെ അല്ലായിരുന്നു,
മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ ഒരു അവസ്ഥയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അന്നേ ഞാൻ മണ്ണായാൽ മതിയായിരുന്നു. ഒരു മനുഷ്യനായിട്ട് എന്നെ സൃഷ്ടിച്ച അവസ്ഥ അല്ലായിരുന്നു. ഞാൻ അങ്ങനെ മണ്ണായിട്ട് തന്നെ പോയി മണ്ണായിട്ട് തന്നെ പോവുകയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അതാണ് അവരുടെ അയാളുടെ ആ ഒരു വിലാപത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നവരുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത്, പിന്നെ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത്, ഈ സത്യനിഷേധിയെ മറമാടിയതിന് ശേഷം അവൻ ഖബറിലാണ്. ആ ഖബറിൽ അവൻ മണ്ണായി. അപ്പൊ ആ മണ്ണായിട്ട് അങ്ങനെ തീർന്നാ മതിയായിരുന്നു. മരിച്ച് മണ്ണായി പോയാൽ മതിയായിരുന്നു. അല്ലാതെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാതിരുന്നെങ്കിൽ എത്ര എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്നവരുണ്ട്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, അതാണ് ഇതിലേക്ക് കൂടുതൽ യോജിക്കുന്നത്. മൂന്നാമത്തെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കൊണ്ടുവരും. മനുഷ്യനെയും മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരും. അതിൽ മൃഗങ്ങളുടെ വിഷയത്തിൽ നമ്മളിതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തിയതിൻ്റെ കാരണത്താൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് താൻ കുത്തിയ ആടിനെ തിരിച്ചു കുത്താൻ വേണ്ടിയിട്ട്, പ്രതിക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇതൊക്കെ സൃഷ്ടികളായ മനുഷ്യരുടേതോ അല്ലെങ്കിൽ പിന്നെ ജിന്നുകളുടേതോ അല്ലാതെ മറ്റു ജീവജാലങ്ങളുടെ വിഷയത്തിലും പക്ഷികളുടെ വിഷയത്തിലും ഒക്കെ അങ്ങനത്തെ നിയമങ്ങളാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ എല്ലാവരെയും മണ്ണാക്കി മാറ്റും. ഈ ആടിനെയും പോത്തിനെയും എല്ലാത്തിനെയും മണ്ണാക്കി മാറ്റും. അത് കാണുമ്പോൾ എല്ലാം അവിടെ കഴിഞ്ഞ് അത് മണ്ണായിട്ട് പോയി, അവിടെ കഴിഞ്ഞു, അതോടുകൂടി അവരുടേത് കഴിഞ്ഞു. അതുകൊണ്ട് കഴിയുമ്പോൾ വയഖൂലുൽ കാഫിർ, കാഫിർ പറയും യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരില്ല. കാരണം അതോടുകൂടി ആടിൻ്റെയും പോത്തിൻ്റെയും മറ്റുള്ള ജീവജാലങ്ങളുടെയും ഒക്കെ കർമ്മങ്ങൾ കഴിഞ്ഞു, അവരുടെ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് തുടങ്ങുകയാണ്. പിന്നീട് മരണമില്ല. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മരണത്തെ അള്ളാഹു കൊണ്ടുവരും. സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ മരണത്തെ ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അറുത്ത് കളയും. പിന്നെ മരണമില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇനി കാലാകാലം ആ നരകത്തിലാണല്ലോ എന്നുള്ള ആ ഒരു ബേജാറിലാണ് ഞാനിങ്ങനെ മണ്ണായിപ്പോയി, ഏതെങ്കിലും ഒരു ജീവിയായാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ എന്നെ മണ്ണാക്കി അതോടുകൂടി എൻ്റെ എല്ലാം കഴിയുമായിരുന്നല്ലോ എന്ന ആ ഒരു വിലാപം കാഫിർ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു വിലാപത്തിലേക്ക് നമ്മൾ എത്തരുത്. ഈ പറയപ്പെട്ട ഓരോ സൂറത്തുകളും അൽഹംദുലില്ലാ നമ്മൾ ഏകദേശം 28 ക്ലാസ്സുകളിലൂടെ 37ഓളം സൂറത്തുകൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ സൂറത്തുകളൊന്നും കേവലം കേട്ടുപോകാനുള്ളതല്ല, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ തവണ ഈ സൂറത്തുകൾ വായിക്കുന്ന സമയത്തും കേൾക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിപ്പോകണം. ഇതിൽ ഓരോ ആയത്തുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറണം. നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. അത് കേവലം റമദാനിലുള്ള ഒരു മാറ്റമല്ല, എല്ലാ അർത്ഥത്തിലും. റമദാൻ കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞു. പക്ഷേ മാറ്റം അവിടെ നിർത്താൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം അതെപ്പോഴും നമ്മളിൽ ഉണ്ടാകുക. ഇനിയും ഖുർആനിൻ്റെ ആളുകളായി ഖുർആൻ പഠിച്ച് മുന്നേറാനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും കുടുംബത്തെയും ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ എല്ലാം ഉൾപ്പെടുത്തണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.